ഓം നമോ ഭഗവതേ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഹരിതം ടി വി ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ജ്യോതിഷ പങ്ക്തിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് 2026 ഏപ്രിൽ മാസ ഫലം. അത് മകയിരത്തിൻ്റെ 3-4 പാദങ്ങളും തിരുവാതിരയും പുണറത്തിൻ്റെ ആദ്യത്തെ 1-2-3 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാരുടെ ഫലമാണ് വിചിന്തനം ചെയ്തത്. ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം വളരെയധികം ദൈവാധീനവും ഭാഗ്യവും ഒക്കെ ഉള്ള സമയമാണ്. അധിക കഷ്ടതകളൊക്കെ അനുഭവിക്കുന്നവരാണ് എങ്കിൽ അവരുടെ വ്യക്തിപരമായ കാര്യങ്ങൾ ജാതകം ഗണിച്ചു നോക്കുന്നതിന് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനുമൊക്കെ അവസരമുണ്ടായിരിക്കുന്നതാണ്. താഴെ ഫോൺ നമ്പർ ചേർത്തിട്ടുണ്ട്. മിഥുനം രാശിക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ഇപ്പോൾ രാശിയിൽ തന്നെ വ്യാഴം സ്ഥിതി ചെയ്യുന്നു. അതൊരു വലിയ ഭാഗ്യമുള്ള സമയമാണ്. 12 വർഷം കൂടുമ്പോഴാണ് ഇങ്ങനെ രാശിയിൽ ഒരു വർഷത്തേന് നിൽക്കുക. അപ്പോൾ ഈ ഏപ്രിൽ മാസത്തിലും രാശിയിൽ വ്യാഴം സ്ഥിതി ചെയ്യുന്നുണ്ട്. കൂടാതെ രാശിയാധിപനായിരിക്കുന്ന ബുധൻ തൊഴിൽ സ്ഥാനത്ത്, അത് വിദ്യയുടെ കാരകനാണ്, എഴുത്തുകുത്തിൻ്റെ കാരകനാണ്, സാഹിത്യത്തിൻ്റെ, അതുപോലെ തന്നെ ചിത്രരചന, പ്രസിദ്ധിയുടെ കാരകനാണ്, നർമ്മത്തിൻ്റെ കാരകനാണ്. കലാരംഗവുമായി ബന്ധപ്പെട്ട് വളരെയധികം മികവ് തരുന്ന ഒരു ഗ്രഹമാണ് ബുധൻ, പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും. അങ്ങനെയുള്ള ഗ്രഹം തൊഴിൽ സ്ഥാനത്ത് നിൽക്കുമ്പോൾ കലയുമായി ബന്ധപ്പെട്ട്, സാഹിത്യരചനയുമായി ബന്ധപ്പെട്ട്, കവിതാരചന, സാഹിത്യം എന്ന് പറയുമ്പോൾ അതിൻ്റെ ആവാന്തര വിഭാഗങ്ങൾ വേറെയുമുണ്ട്. എഴുത്തുകുത്തുകൾ, പത്രപ്രവർത്തനം, അതുപോലെ ഉള്ള കാര്യങ്ങൾക്കൊക്കെ അനുകൂലമായിരിക്കുന്നു. സാങ്കേതിക വിദ്യ, ഇലക്ട്രോണിക്കൽ സംബന്ധമായിട്ടുള്ള സാങ്കേതിക വിദ്യാ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥികൾക്ക്, അതുപോലെ തന്നെ തൊഴിൽ ചെയ്യുന്നവർക്ക്, അത് നേതൃത്വം കൊടുക്കുന്നവർക്കൊക്കെ നിപുണ യോഗത്തോടുകൂടി തൊഴിൽ സ്ഥാനത്ത് ആദിത്യനും ബുധനും സ്ഥിതി ചെയ്യുമ്പോൾ, കൂടെ 11ാം ഭാവാധിപൻ കൂടി ആയിരിക്കുന്ന ആ ചൊവ്വാഗ്രഹം തേജസ്സിൻ്റെയും ഓജസ്സിൻ്റെയും അധികാരത്തിൻ്റെയും വിക്രമത്തിൻ്റെയും ധൈര്യത്തിൻ്റെയും വീര്യത്തിൻ്റെയും ഗ്രഹമായ ആ ചൊവ്വാഗ്രഹവും ആദിത്യനും ബുധനും ഒക്കെ അവിടെ തൊഴിൽ സ്ഥാനത്ത് യോഗം ചെയ്തിരിക്കുമ്പോൾ ഈ നക്ഷത്രക്കാർക്ക് ഏപ്രിൽ മാസത്തിൽ അപ്രതീക്ഷിതമായ തൊഴിൽ വിജയങ്ങൾ വന്നു ചേരും. ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ സാമ്പത്തിക നേട്ടങ്ങളും വന്നു ചേരും. അപ്രതീക്ഷിതമായ ധന ആഗമന യോഗം, ധനസ്ഥാനാധിപൻ ഇഷ്ടഭാവങ്ങളിലൂടെ, അതായത് ഭാഗ്യസ്ഥാനത്തുകൂടെയും ഉപജയസ്ഥാനങ്ങളിലൂടെയും കേന്ദ്രങ്ങളിലൂടെയും ത്രികോണസ്ഥാനങ്ങളിലൂടെയും ഒക്കെ സഞ്ചരിക്കുന്ന ഏതാനും ദിവസങ്ങൾ, ഒരു മാസം കടന്നുപോകും. ആ സമയത്ത് അപ്രതീക്ഷിതമായ ചില ലോട്ടറി ഭാഗ്യങ്ങളോ, ചിട്ടി കുറിയടിക്കുകയോ, ചെറിയ പലിശയ്ക്ക് ലോൺ കൊടുക്കുന്നുണ്ട് എന്ന് സുഹൃത്തുക്കളോ സഹോദര സ്ഥാനീയരോ മറ്റ് ബന്ധുക്കളോ മുഖാന്തരം പറഞ്ഞ് അറിഞ്ഞ് അത് കരസ്ഥമാക്കുവാനും ശ്രമിക്കുവാനും ഒക്കെ സാധിക്കുന്ന ഒരു ഭാഗ്യവും കൂടി ഏപ്രിൽ മാസത്തിൽ വന്നു ചേരും. കൂടാതെ വിദേശ ധനം കൈകാര്യം ചെയ്യുവാനും ഈ ഏപ്രിൽ മാസത്തിൽ മിഥുനം രാശിക്കാർക്ക് യോഗമുണ്ട്. പൊതുവെ ആരോഗ്യം തൃപ്തികരമായി. എന്നിരുന്നാലും രാശ്യാധിപൻ അഗ്നിമാരുത ബന്ധമുള്ള ശനിയോടും ആ ചൊവ്വായോടും യോഗം ചെയ്ത് തൻ്റെ നീചസ്ഥാനത്ത് നിൽക്കുമ്പോൾ പല വിധത്തിലുമുള്ള ആരോഗ്യ പ്രശ്നങ്ങളും സൂചകമാണ്. അതിന് ഏറ്റവും പ്രധാനം, ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ശ്രദ്ധ വേണം, ക്ഷമ വേണം. അതുപോലെ തന്നെ ആണ് ഭക്ഷണ കാര്യങ്ങളിൽ കൃത്യനിഷ്ഠ വേണം. അഭക്ഷ്യ വസ്തുക്കൾ ഉപയോഗിക്കുവാൻ പാടില്ല. പ്രത്യേകിച്ച് ലഹരി പദാർത്ഥങ്ങൾ എന്ന് പറയുമ്പോൾ ധൂമപാനവും മധുപാനവും രണ്ടും, അത് പല രീതിയിലൊക്കെയാണല്ലോ ഇപ്പോൾ ലഹരി പദാർത്ഥങ്ങൾ യുവാക്കളൊക്കെ ഉപയോഗിക്കുന്നത്. അതൊക്കെ അവരവർ തന്നെ നിയന്ത്രിച്ചാൽ വളരെ ഉത്തമമാണ്. പിന്നീട് ഭാവിക്ക് ദോഷം ചെയ്യാതിരിക്കും. അല്ലാത്ത പക്ഷം പിന്നീട് അത് ദോഷത്തിന് സൂചനയുണ്ട്. അതുകൊണ്ട് ലഹരി പദാർത്ഥങ്ങളൊന്നും ഉപയോഗിക്കാതിരിക്കുക, കൊള്ളുകയില്ലാത്ത അഭക്ഷ്യ വസ്തുക്കൾ ഉപയോഗിക്കാതിരിക്കുക, കെമിക്കൽ ചേർന്ന ഭക്ഷണങ്ങൾ, ടിൻ ഫുഡുകൾ, പഴക്കം ചെന്ന ഭക്ഷണങ്ങൾ, പഴകിയത് ഫ്രിഡ്ജിനകത്തൊക്കെ വെച്ച് മറ്റ് കേടുവന്ന ഭക്ഷണങ്ങൾ വീണ്ടും ചൂടാക്കി കഴിക്കുക, അതൊക്കെ വളരെ ആരോഗ്യത്തെ ബാധിക്കും. പൊക്കത്തിലൊക്കെ കയറുന്നത് വളരെ ശ്രദ്ധിക്കണം.
ഇലക്ട്രോണിക്കൽ സംബന്ധമായ ജോലികളൊക്കെ ചെയ്യുന്നവർ, ലൈനിലൊക്കെ പണിയുന്ന ലൈൻമാൻമാർ, ഇലക്ട്രിസിറ്റി ബോർഡിൽ ജോലി ചെയ്യുന്നവർ, പോലീസ് ഓഫീസേഴ്സ്, സെക്യൂരിറ്റി വിഭാഗത്തിൽ ജോലി ചെയ്യുന്നവർ, മിലിറ്ററിക്കാർ, അങ്ങനെയുള്ള ജോലിക്കാർക്കൊക്കെ ജാഗ്രത വേണം. പരസ്പരം സഹപ്രവർത്തകരുടെ സഹകരണം ഉണ്ടാകുന്നതിനും മേലധികാരികളുടെ സഹകരണം ഉണ്ടാകുന്നതിനുമൊക്കെ ചില കാര്യങ്ങൾ ശ്രദ്ധ അനിവാര്യമാണ്. ദമ്പതികളായിട്ടുള്ളവരെ സംബന്ധിക്കുന്നിടത്തോളം ഏറ്റവും അനുകൂലമായിരിക്കുന്ന സമയമാണ്. ദാമ്പത്യഭാവത്തിൽ വ്യാഴം പൂർണ്ണ ബലവാനായിട്ട് ദൃഷ്ടി ചെയ്യുന്നു. ദാമ്പത്യഭാവത്തിൻ്റെ അധിപൻ കൂടിയാണ് വ്യാഴം. കൂടാതെ ശുക്രൻ എന്ന് പറയുന്ന ഗ്രഹം പ്രണയഭാവത്തിൻ്റെ കൂടി ആധിപത്യമുള്ള മിഥുനം രാശിക്കാർക്ക് പ്രണയഭാവത്തിൻ്റെ ആധിപത്യമുള്ള ആ ശുക്രൻ ഉപജയസ്ഥാനത്ത് നിൽക്കുമ്പോൾ പ്രണയ സാഫല്യമുണ്ടാകുന്നതിനും വിവാഹം വന്ന് നടക്കുന്നതിനും വാക്കാകുന്നതിനും കാര്യങ്ങൾക്ക് തീരുമാനമുണ്ടാകുന്നതിനൊക്കെ തേജസ്സും ഓജസ്സും വർദ്ധിക്കുന്നതിനും മനസ്സ് പാകപ്പെടുന്നതിനും ശരീരം പാകപ്പെടുന്നതിനും ഒക്കെ നല്ല ഭാഗ്യം, സന്താന ഭാഗ്യമൊക്കെ ഉള്ള ഒരു സമയമാണ്. ദീർഘനാളുകളായിട്ട് വിവാഹം കഴിച്ചിട്ട് ഒരു സന്താന ഭാഗ്യത്തിന് ആഗ്രഹിക്കുന്നവർക്ക് ഒരു സന്താനം ഒക്കെ ഉണ്ടാകുന്നതിനും നല്ല ഭാഗ്യം ഉള്ള ഒരു മാസമാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിജയം വന്നു ചേരും. വിവേക ബുദ്ധിയോടുകൂടി പ്രവർത്തിക്കുവാനും നല്ല രീതിയിൽ വിജയങ്ങളൊക്കെ വന്നു ചേരുവാൻ യോഗം. ഭൂമി വാങ്ങുന്നതിനോ ഗൃഹം പുതുക്കിപ്പണിയുന്നതിനോ ഉള്ള വാഹനം പുതുക്കിപ്പണിയുന്നതിനോ ഒക്കെ അനുകൂലമാണ്. സുഹൃത്തുക്കൾ മുഖാന്തരമോ സഹോദര സ്ഥാനീയർ മുഖാന്തരമോ ചില ക്ലേശങ്ങൾ സൂചകമാണ്. ഈ നക്ഷത്രക്കാരുടെ മാതാപിതാക്കൾക്ക് ചില ക്ലേശങ്ങളൊക്കെ ഉണ്ടാകാം. അതായത് 9-ാം ഭാവം പിതാവിനെ സൂചിപ്പിക്കുന്ന ഭാവമാണ്. അവിടെ രാഹു സ്ഥിതി ചെയ്യുന്നു. അങ്ങനെയൊക്കെ വരുമ്പോൾ ചില ഭാഗ്യങ്ങൾക്ക് തടസ്സമുണ്ടാകുക, പിതാവിന് എന്തെങ്കിലുമൊക്കെ മനക്ലേശമോ ശാരീരിക ക്ലേശമോ ഒക്കെ ഉണ്ടാകുവാൻ സൂചനയുള്ളതിനാൽ വളരെ ജാഗ്രത അക്കാര്യത്തിലൊക്കെ ആവശ്യമാണ്. ഇങ്ങനെയുള്ള സന്ദേശങ്ങളൊക്കെ തരുന്നത് ഓരോ വ്യക്തികളുടെയും നന്മയ്ക്കായിട്ടാണ്, ലാഭം പ്രതീക്ഷിച്ചുകൊണ്ടല്ല. ഇതൊക്കെ കേട്ടതിന് ശേഷം മോശമായ രീതിയിൽ കമൻറ്റ് ചെയ്യുന്ന കൊള്ളുകയറാത്ത ആൾക്കാരെ ഉദ്ദേശിച്ചല്ല. നല്ല ആൾക്കാർ ഈശ്വരവിശ്വാസവും ഭക്തിയും ഗുരുക്കന്മാരെയും മാതാപിതാക്കളെയും ഒക്കെ ബഹുമാനിക്കുക. പണം കൊടുക്കുന്നതിലും വാങ്ങുന്നതിലും മാത്രമല്ലല്ലോ. അങ്ങനെ നല്ല കാര്യങ്ങളെ ഉദ്ദേശിച്ച് മാത്രം ചെയ്യുന്നതാണ് ഈ വീഡിയോ. മോശം കമൻറ്റ് ചെയ്താലും എനിക്ക് മനസ്സിനും ഒന്നും ഒരു പ്രശ്നവുമില്ല. ചെയ്യുന്നവർ ചെയ്യട്ടെ. കടങ്ങളൊക്കെ വീടുന്നതിനും ഒക്കെ നല്ല യോഗവും ഭാഗ്യവും ഒക്കെ ഉണ്ട്. ഇതെല്ലാം കൂടെ ഒരാൾക്ക് ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് സാധിക്കും എന്നുള്ളതല്ല. അങ്ങനെയൊക്കെയുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നതിനും പ്രവർത്തിക്കുന്നതിനും വിജയിക്കുന്നതിനും ആഗ്രഹങ്ങൾ സാഫല്യമുണ്ടാകുന്നതിനും ഒക്കെ എന്നുള്ള നല്ല സമയമാണ് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങൾ ഓരോരുത്തരും അതിനുവേണ്ടി ശ്രമിക്കുക. എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുന്നവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ്. നിങ്ങളുടെ വിഷയം എന്തുമാകട്ടെ, പ്രയാസങ്ങളുള്ളപ്പോൾ അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. എല്ലാവർക്കും നമസ്കാരം.